ഇന്ന് കാലത്ത് എഴുന്നേൽക്കും വരെ ഷാനവാസിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നോ ഇങ്ങനെ പോകേണ്ടി വരികയോ ചെയ്യുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അനീഷ ഭയങ്കര വിഷമത്തിലാണ്. ഷാനവാസ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനകത്ത് ശരിക്കും വേദനിക്കുന്നുണ്ട് അനീഷ്. അതിനേക്കാളിലും വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല വഴക്കുകൾ നടക്കുന്നു, പ്രശ്നങ്ങൾ നടക്കുന്നു. ഷാനവാസ് ഓൾറെഡി ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടുത്തെ ഫൈറ്റിലേക്ക് ഷാനവാസിൻ്റെ പേരെടുത്തിടുന്നത് അത്ര നന്നല്ല. അല്ലെങ്കിൽ ഒരു വഴക്കിൻ്റെ ഇടയിൽ ഷാനവാസിൻ്റെ പേര് ഉന്തിത്തള്ളി ഇടുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത്. അത് ആ മനുഷ്യനോടുള്ള ബഹുമാനക്കുറവാണ് സൂചിപ്പിക്കുന്നത്. അത് ശരിയാണെന്ന് അനുമോള് പറയുന്നുണ്ട്. ഷാനവാസ് ഇവിടെ ഉള്ളപ്പം നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഷാനവാസിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനൊക്കെ. ഷാനവാസ് ഇവിടെ ഇല്ലാത്തപ്പം എല്ലാ വഴക്കുകളും പ്രശ്നങ്ങളും ഷാനവാസിൻ്റെ പേരിൽ ഉണ്ടാക്കുന്നത് എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് അനീഷ് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത് നമ്മളെന്ന് അനീഷ് പറയുന്നു. അനീഷിന് രാവിലെ മുതൽ മാനസികമായിട്ട് ഭയങ്കരമായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വൊമിറ്റൊക്കെ ചെയ്തു. ഗ്യാസ് പിടിച്ചിട്ടാണോ അതോ മാനസികമായിട്ടുള്ള വിഷമം കൊണ്ടാണോ ഒന്നും അറിയത്തില്ല. രാവിലെ മുതലേ ഒരു തണുപ്പം മട്ടാണ്. ഇന്ന് വലുതായിട്ട് ആരോടും കൂടുതൽ അനീഷ് വഴക്കിനൊന്നും നിന്നിട്ടില്ല. ടാസ്ക് ചെയ്യുന്ന സമയത്തും അനീഷ് പറഞ്ഞു, നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ കേട്ടുകൊണ്ട് നിന്നിട്ട് സൈലൻ്റായിട്ട് ഞാൻ ഇന്ന് ടാസ്ക് ചെയ്തത്. നിങ്ങൾ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും അനീഷ് പറയുന്നുണ്ട്. ഇപ്പോൾ അനുമോളോട് പറയാണ് ഷാനവാസിൻ്റെ പേരിലുള്ള വഴക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നിർത്തണം. അങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണ്.